എന്താണ് ഡീപ് സ്റ്റേറ്റ്? സർക്കാരിനുള്ളിൽ എന്നാൽ സർക്കാരിനേക്കാൾ അധികാരവും ആജ്ഞാശക്തിയുമുള്ള ഒരു സംവിധാനമാണ് ഡീപ് സ്റ്റേറ്റ്. ലളിതമായി പറഞ്ഞാൽ ജനാധിപത്യപരമായ അധികാരത്തിൽ വരുന്ന പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഡീപ് സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥർ സ്ഥിരമായി അവിടെ തന്നെ കാണും. ഇവർ ഗവൺമെന്റിലെ പിന്നിലിരുന്ന് രാജ്യത്തിന്റെ നയങ്ങളെ, പ്രത്യേകിച്ച് വിദേശ നയം, യുദ്ധം, സമ്പദ് വ്യവസ്ഥ എന്നിവയെ നിയന്ത്രിക്കുന്നു എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. പതിറ്റാണ്ടുകളായി രഹസ്യാന്വേഷണ ഏജൻസികളായ CIA, FBI, മൊസാദ് പോലുള്ള ഏജൻസികളിലും പെന്റഗൺ പോലുള്ള പ്രതിരോധ വകുപ്പുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും ഉയർന്ന തസ്തികകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. ഭരണാധികാരികൾ മാറിയാലും ഇവരുടെ നയങ്ങൾ മാറില്ല. യുദ്ധമുണ്ടായാൽ ലാഭം കൊയ്യുന്ന വലിയ ആയുധ കമ്പനികളും അവരെ പിന്തുണയ്ക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരും ഇതിന്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. പുതിയ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ഇവർക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ ലാഭം ഉണ്ടാകുന്നു. CIA പോലുള്ള ഏജൻസികൾ സർക്കാരിനെ പോലും അറിയിക്കാതെ രഹസ്യ ഓപ്പറേഷനുകൾ നടത്തുകയും ലോകമെമ്പാടും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന ആരോപണമുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നേതാവിനല്ല, മറിച്ച് ഈ അദൃശ്യ ശക്തികൾക്കാണ് യഥാർത്ഥ അധികാരമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമാധാനം ആഗ്രഹിക്കുന്ന ഭരണാധികാരികളെ പോലും നിർബന്ധിച്ച് യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ ഇവർക്ക് കഴിയും. ടക്കർ കാൾസൺ ഇറാൻ വിഷയത്തിൽ ഉന്നയിച്ചതും ഇതാണ്. അമേരിക്കയിലെയും ഇസ്രായേലിലെയും ഡീപ് സ്റ്റേറ്റ് ആണ് ഈ യുദ്ധത്തിന് പിന്നിലെന്ന്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പ്രധാനമായും 3 തൂണുകളിലാണ് നിൽക്കുന്നത്. ഒന്ന്, പ്രതിരോധ സംവിധാനങ്ങൾ. CIA, FBI, NSA തുടങ്ങിയ ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിന്റെ കാതലായ ഭാഗമാണ്. ഇവർക്ക് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പുറത്ത് വലിയ അധികാരങ്ങളുണ്ട്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ അട്ടിമറിക്കാനും തങ്ങൾക്കിഷ്ടമുള്ള ഭരണാധികാരികളെ വാഴിക്കാനും ഇവർ രഹസ്യമായി കരുനീക്കങ്ങൾ നടത്താറുണ്ട്. 2, പെന്റഗണും ആയുധ കമ്പനികളും. അമേരിക്കയിലെ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗണും ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കമ്പനികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണിത്. സമാധാനമുണ്ടായാൽ ഈ കമ്പനികൾക്ക് ലാഭം കുറയും. അതിനാൽ എവിടെയെങ്കിലും ഒരു യുദ്ധം എപ്പോഴും നിലനിർത്താൻ ഇവർ സമ്മർദ്ദം ചെലുത്തും. ഇതിനാണ് വാർ മെഷീൻ എന്ന് ടക്കർ കാൾസൺ വിളിക്കുന്നത്. 3, വാഷിംഗ്ടണിലെ തിങ്ക് ടാങ്കുകൾ. ഇവർ മാധ്യമങ്ങളിലൂടെയും സെമിനാറുകളിലൂടെയും ഇറാൻ ഒരു ഭീഷണിയാണ്, റഷ്യയെ തകർക്കണം എന്നിങ്ങനെയുള്ള ആശയങ്ങൾ ജനങ്ങളിലേക്കും രാഷ്ട്രീയക്കാരിലേക്കും എത്തിക്കുന്നു. ഇതിനായി ഇവർക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നു. അമേരിക്കയിൽ ഒരു പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ ഏജൻസികൾ അദ്ദേഹത്തിന് നൽകുന്ന രഹസ്യ വിവരങ്ങൾ പലപ്പോഴും വളച്ചൊടിച്ചതായിരിക്കും. ഉദാഹരണത്തിന്, ഇറാൻ നാളെ ബോംബിടാൻ പോകുന്നുവെന്ന് തെറ്റായ വിവരം നൽകി പ്രസിഡന്റിനെ കൊണ്ട് യുദ്ധത്തിനുള്ള ഉത്തരവ് അവർ ഒപ്പിടിക്കുന്നു. പ്രമുഖ പത്രങ്ങളിലും ചാനലുകളിലും തങ്ങൾക്ക് അനുകൂലമായ വാർത്തകൾ വരാൻ ഇവർ സ്വാധീനം ചെലുത്തും. ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ യുദ്ധത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ രഹസ്യങ്ങൾ കൈവശം വെച്ച് അവരെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നു. ടക്കർ കാൾസൺ പറയുന്നത്, ഈ ഡീപ് സ്റ്റേറ്റ് സംവിധാനമാണ് ഇപ്പോൾ ഇറാനെതിരെ കരുനീക്കിയതും അമേരിക്കയെ യുദ്ധത്തിലേക്ക് ചാടിച്ചത് എന്നുമാണ്. സൗദിയിലും ഖത്തറിലും ആക്രമണം നടത്തിയത് ഇറാന്റെ തലയിൽ കെട്ടിവെക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നാണ്.